ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി കനത്ത തിരിച്ചടിയായെന്ന് UDF-ൽ പൊതുവികാരം. അതായത് പഞ്ചായത്ത് വിഭജന കേസിൽ സർക്കാരിന് തിരിച്ചടിയുണ്ടായിരിക്കുകയാണ്. പഞ്ചായത്ത് വിഭജനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്ക് ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ടുള്ള ഡിവിഷൻ ബെഞ്ച് സ്റ്റേ നൽകിയില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിച്ചിരിക്കുന്നു. ആദ്യം ആ വാർത്തയിലേക്ക്. മുസ്ലിം ലീഗ് ചെലുത്തിയ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സർക്കാർ സമീപിച്ചത്. ഇത് തിരിച്ചടിയായെന്നാണ് UDF-ലെ മറ്റ് കക്ഷി നേതാക്കൾ വിലയിരുത്തുന്നത്. ഇനി ഇക്കാര്യത്തിൽ പരമോന്നത കോടതിയെ സമീപിച്ചാലും അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ലെന്ന് തദ്ദേശ സെക്രട്ടറിമാർ പഞ്ചായത്ത് വകുപ്പിന്റെ ചുമതലയുള്ള MK മുനീറിനെയും നഗരവികസന മന്ത്രി മഞ്ഞളാംകുഴി അലിയെയും അറിയിച്ചു. പിന്നീട് കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിൽ ചേർന്ന ലീഗ് മന്ത്രിമാരുടെ യോഗം നിലപാട് മയപ്പെടുത്തുകയായിരുന്നു. മുനിസിപ്പാലിറ്റീസ് അതേപടി നിർത്തി തെരഞ്ഞെടുപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അത് ബ്ലോക്ക് ജില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഇല്ലേ അല്ലേ, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും ഈ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം എന്ന് പറയുന്നത് കൂടിയിരുന്ന് ആലോചിച്ച് ഒരു യോജിച്ച തീരുമാനം ഉണ്ടാക്കിയാൽ മാത്രമേ അതിന് ഉത്തരവാവുള്ളൂ. മുനിസിപ്പാലിറ്റി വിഭജനം കോടതി അംഗീകരിച്ച സാഹചര്യത്തിൽ 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാകുമോ എന്നാണ് സർക്കാരിന്റെ ആലോചന. ഇതിനായി നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തും. മുനിസിപ്പാലിറ്റികൾ മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി പഞ്ചായത്തുകളുടെ കാര്യത്തിൽ കൂടി അന്തിമമായി വരുന്ന ഹിയറിങ്ങുകളിലൂടെ നമുക്ക് വിശദീകരണം കൊടുത്ത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ ഈ മാസം 24-ന് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ചർച്ചയുൾപ്പെടെയുള്ള തുടർ നടപടികൾ. ലീഗ് നേതാക്കളുടെ അടിയന്തര യോഗം നാളെ പാണക്കാട് ചേരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാരിൻ്റെ ഈ നിയമയുദ്ധം ഒരു വിധത്തിൽ പറഞ്ഞാൽ പരാജയമായി എന്ന് തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ സർക്കാർ നാണം കെട്ടു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടത്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൃത്യസമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായ പ്രകടനത്തിൽ സഹായകമായ ഒരു കോടതി വിധിയാണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത സമയത്ത് തന്നെ ഇലക്ഷൻ നടത്തണം. അതിനാവശ്യമായ ക്രമീകരണം ഉണ്ടാക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് നേരത്തെ പരാതി ഉണ്ടെങ്കിൽ അവർക്ക് നേരത്തെ ഇലക്ഷൻ കമ്മീഷനെ മാറ്റിക്കൂടായിരുന്നു. എല്ലാ പ്രക്രിയയും കഴിഞ്ഞിട്ടാണോ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്? ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ ജഡ്ജിയായിരുന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലുള്ള ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ മറ്റൊരു ജഡ്ജോ CPM-ൻ്റെ ഏതെങ്കിലും പഞ്ചായത്ത് പറയുന്ന ആളുകളാണോ? ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രചാരവേല നടത്തുന്നതെന്ന് UDF നേതാക്കന്മാർ പിൻവാങ്ങണം. ഇലക്ഷൻ കമ്മീഷനെതിരെ ഇന്നലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്യാബിനറ്റിന് ശേഷമുള്ള മാധ്യമ സമ്മേളനത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞതിന് കൂടിയാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിമർശിച്ചിരിക്കുന്നത്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ എന്തു പറയുന്നു? പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകാനുള്ള മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വിധേയമായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സമീപനത്തിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനത്തെ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തെ വെല്ലുവിളിക്കുന്നതിനെതിരായിട്ടുള്ള വലിയൊരു ശക്തമായ താക്കീതാണ് ഈ വിധി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കോടതി വിധിയെയും വെല്ലുവിളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. ഇപ്പോൾ മന്ത്രി ആര്യാടൻ മുഹമ്മദിൻ്റെ പ്രതികരണത്തിലേക്ക്. അല്ലാതെ അവരെ വകുപ്പിൽ അവർ ഇലക്ഷൻ വേഗം നടത്താൻ വേണ്ടിയാണോ അതോ വേറെ വല്ലതും ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനത് പരിശോധിച്ചിട്ടില്ല. അതൊക്കെ അവർ തുറന്ന് പറയുമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ശേഷം ഞാനും പറയും. എന്നാലും കോടതിൻ്റെ വിധി മാനിക്കാതെ പോകാൻ കഴിയില്ല. ദാറ്റ് ഈസ് ക്ലിയർ. കോടതിയുടെ വിധി മാനിക്കാൻ കഴിയാതെ പോകില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വിഷയത്തിൽ അല്പമെങ്കിലും പ്രതിക്കൂട്ടിലായിരിക്കുന്ന മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KP മജീദിൻ്റെ പ്രതികരണത്തിലേക്ക്. അപ്പോൾ ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നിട്ടുണ്ട്. സിംഗിൾ ബെഞ്ചിൻ്റെ വിധി അംഗീകരിച്ചു. മുനിസിപ്പാലിറ്റി തിരുവനന്തപുരം കോഴിക്കോട് കോർപ്പറേഷനിലെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി അംഗീകരിച്ചു. ഇപ്പോഴുള്ള സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തുകൾ പഴയിലേക്ക് പോവാം, പക്ഷേ മുനിസിപ്പാലിറ്റികൾ തൽസ്ഥാനങ്ങൾ തുടരും എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന് സമയത്ത് ഇലക്ഷൻ നടത്തണമെങ്കിൽ മുനിസിപ്പാലിറ്റി ഹൈക്കോടതി അംഗീകരിച്ചുകൊണ്ട്
നിലവിലുള്ള മുനിസിപ്പാലിറ്റി പഞ്ചായത്താക്കി മാറ്റാൻ ഒക്കില്ല. അങ്ങനത്തുള്ള ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയത്ത് ഇലക്ഷൻ നടത്തണമെന്നുള്ളതാണ് നമ്മുടെ നിലപാട്. ഗവൺമെൻറ് നിലപാടതാണ്, പാർട്ടിയുടെ നിലപാടതാണ്. ഇപ്പോൾ കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു 3 മണിക്കൂറോടുകൂടി മന്ത്രിമാർ, ലീഗ് മന്ത്രിമാരെല്ലാവരും കൂടുന്നുണ്ട്. അതിനുശേഷം അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പാർട്ടി പറയും. പാർട്ടിയുടെ കമ്മിറ്റിയും 2 ദിവസത്തിനകം ചേർന്ന് ഈ വിധിയെ സംബന്ധിച്ച് തീരുമാനിക്കുന്നുണ്ട്. ശ്രീ KPA മജീദാണ് അഭിപ്രായപ്പെട്ടത്. അദ്ദേഹം ഒരു സാങ്കേതിക പ്രശ്നം കൂടി ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നു. അതായത് 28 മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിൽ തീരുമാനം ഹൈക്കോടതി ഇടപെട്ടിട്ടില്ല. ഹൈക്കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയ സമയം തീർച്ചയായും ഇലക്ഷൻ കമ്മീഷൻ എടുക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ശ്രീ KPA മജീദ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ ഈ എക്സ്പെർട്ട് പാനൽ ചർച്ചയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ചേരുന്നു. അതോടൊപ്പം പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ശ്രീ അജിത് കുമാർ, വീക്ഷണത്തിൻ്റെ റെസിഡന്റ് എഡിറ്ററാണ്. കോൺഗ്രസിനെ പ്രതിനിധിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് BRM ഷഫീറുമുണ്ട്. അതോടൊപ്പം അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ചേരുന്നു. ശ്രീ VS പത്മകുമാർ ഈ കേസുമായി കേരള ഹൈക്കോടതിയെ ആദ്യം സമീപിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് കഴക്കൂട്ടം മുനിസിപ്പാലിറ്റി മാറ്റുന്നതിനെതിരെ കേസ് ഫയൽ ചെയ്ത് വിജയിച്ച ശ്രീ VS പത്മകുമാറും നമ്മോടൊപ്പം ഇന്ന് എക്സ്പെർട്ട് പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം തന്നെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇന്നത്തെ ഈ കോടതി വിധി ഒരുപക്ഷെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെ ആയിരുന്നെങ്കിലും ഇത്തരമൊരു വിധി തന്നെയായിരിക്കും വരുമെന്ന് UDF-ൽ തന്നെ ഒരു ആലോചന അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി വന്നൊരു സമയത്താണ് മുസ്ലിം ലീഗ് ചില പ്രശ്നങ്ങളോ ഉന്നയിച്ച് അപ്പീലിന് പോകണമെന്ന് സമ്മർദ്ദം ചെലുത്തുകയും അപ്പീൽ പോവുകയും അപ്പീൽ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ പഞ്ചായത്ത് വിഭജനം റദ്ദാക്കിയ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിക്ക് സ്റ്റേയും നൽകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തയ്യാറായിട്ടില്ല. അപ്പോൾ സമയത്ത് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തന്നെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ പോലെ നടക്കാൻ എന്തെങ്കിലും തടസ്സങ്ങൾ കാണുന്നുണ്ടോ CPIM? ഒരു ഭരണഘടനാ ബാധ്യതയാണ് 5 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളത്. ചുമതലപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ആ ബാധ്യത നിർവഹിച്ചേ തീരൂ. ഇവർ പറയുന്ന അനുസരിച്ച് 2011 ഇപ്പോൾ കൊണ്ടുവന്ന 2015 ഡിവിഷൻ വിഭജനം വെച്ചുകൊണ്ട് 5 വർഷം കാലാവധി പൂർത്തിയാക്കുന്ന ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടത്തി നവംബറിൽ ചാർജ് എടുക്കാൻ സാധിക്കുകയില്ല. ഇക്കാര്യമാണ് ഗവർണറുടെ ശ്രദ്ധയിൽ ഇലക്ഷൻ കമ്മീഷൻ പെടുത്തിയത്. ഇലക്ഷൻ കമ്മീഷൻ ഗവൺമെൻറ്റിനോട് വിശദീകരണം ചോദിച്ചു. കോടതികളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായ നിയമപരമായ ബാധ്യത നിർവഹിക്കുന്നതിൽ നിന്ന് കോടതിക്ക് തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന് പൂർണ്ണമായ അവകാശവും അധികാരവും കൊണ്ട് നിശ്ചിത സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ ആ തെരഞ്ഞെടുപ്പുകൾ നടത്തണം. ഇവിടെ ഒരു സാങ്കേതിക പ്രശ്നം ഇപ്പോൾ ശ്രീ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ ലീഗിൻ്റെ നേതാക്കളും പറയുന്നുണ്ട്. ആ സാങ്കേതിക പ്രശ്നം പറയുന്നത് ബൈഫർക്കേഷൻ ഡിവിഷൻ വിഭജനം നടത്തിയതിൽ മുനിസിപ്പാലിറ്റികൾ 32 മുനിസിപ്പാലിറ്റികൾ വിഭജനം നടത്തി 4 എണ്ണം റദ്ദ് ചെയ്യുകയും 28 എണ്ണത്തിന് റദ്ദ് ചെയ്യാൻ നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. അതെന്ത് ചെയ്യുമെന്നാണ്, അത് വേറെ തീരുമാനിക്കണം ഇലക്ഷൻ നടത്താൻ. എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, UDF അധികാരത്തിൽ വരുമ്പോഴൊക്കെ ഈ ഭരണഘടനാ ബാധ്യത നിർവഹിക്കാൻ അവർ തയ്യാറാവില്ല, ലംഘിക്കും. ഇതിന് മുമ്പാണെങ്കിൽ പഞ്ചായത്ത് രാജ് നിയമം വരുന്നതിന് മുമ്പ് ഉള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ 16 വർഷം വരെയാണ് നീട്ടിക്കൊണ്ടുപോയത്. 1963 പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം പിന്നെ 79 നടന്നുള്ളൂ. ഇതുകൂടെ കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ കേന്ദ്രം ഈ പഞ്ചായത്ത് രാജ് നിയമം തന്നെ കൊണ്ടുവന്നത്. ഒരിക്കൽ ഇത് വന്നാൽ പിന്നെ ഇവർ തിരഞ്ഞെടുപ്പ് നടത്തില്ല. ഭരണഘടനാപരമായി ഒരു വ്യവസ്ഥയാക്കി 5 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞ് ഈ UDF-ൻ്റെ പഴയ ചരിത്രം വെച്ചിട്ടാണ്. അതിനുശേഷം ഇടതുപക്ഷ മുന്നണി വന്നതിന് ശേഷമേ 79 തിരഞ്ഞെടുപ്പ് നടത്തിയുള്ളൂ. 84 കാലാവധി തീർന്നു. 84 കാലാവധി തീർന്നപ്പോൾ വീണ്ടും UDF-ആണ്, ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയില്ല. വീണ്ടും 4 വർഷം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വെച്ച് LDF 87 അധികാരത്തിൽ വന്നപ്പോൾ LDF വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം സമയത്ത് ഈ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് അവരുടെ അജണ്ടയിലുള്ളതല്ല. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത്. ശ്രീ അജിത് കുമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗ് അവസാന നിമിഷത്തിലെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടികൾ ദുരൂഹമാണെന്ന് ആരോപണം ഉന്നയിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ നിഷ്പക്ഷതയെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നു. പഞ്ചായത്ത് വാർഡ് വിഭജനം ഇലക്ഷൻ കമ്മീഷനാണ് വൈകിപ്പിച്ചതെന്ന് പറയുന്നു. എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അക്കാര്യത്തിൽ? എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അല്ല, ഇത് ഈ ഡീലിമിറ്റേഷൻ, ഈ വാർഡ് പുനർവിഭജനം നടത്തിയത് കുറച്ച് വൈകിപ്പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ പറഞ്ഞ പോലെ ശ്രീ ആനന്ദൻ പറഞ്ഞ പോലെ 5 വർഷത്തിലൊരിക്കൽ ഇതൊരു മാൻഡേറ്ററി ആയിട്ട് നടത്തേണ്ട കാര്യമാണെന്ന് നമുക്കറിയാം. പഞ്ചായത്ത് രാജ് ബില്ല് വന്നതിന് ശേഷം നീട്ടിക്കൊണ്ട് പോകാൻ ഒരു സാഹചര്യവുമില്ല. പഞ്ചായത്ത് രാജ് ബില്ല് തന്നെ ഇവിടെ ഇന്ത്യയിൽ സമ്പൂർണ്ണമായി എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയതിൻ്റെ നഗരപാലിക പഞ്ചായത്ത് രാജ് ബില്ലിൻ്റെ നടപ്പിലാക്കിയതിൻ്റെ ക്രെഡിറ്റ് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്. ശ്രീ രാജീവ് ഗാന്ധിയുടെ ഇനിഷ്യേറ്റീവിലാണ് അത് എല്ലായിടത്തും ഒരേപോലെ 5 വർഷത്തിലൊരിക്കൽ നിർബന്ധമായും പുതിയ തദ്ദേശ സ്വയംഭരണ ഭരണസമിതികൾ നിലവിൽ വരിക എന്നുള്ള സംവിധാനം വന്നത് തന്നെ. അപ്പോൾ അതിൽ
കോൺഗ്രസിനോ UDF-നോ അതിൽ ആ കാര്യത്തിൽ കുറച്ചുകൂടി കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. അത് ഭരണഘടനാ ബാധ്യത നിറവേറ്റുവാനുള്ള ഒരു ബാധ്യത കൂടിയുണ്ട് തീർച്ചയായിട്ടും. മറ്റൊന്ന്, ഈ ഇപ്പോൾ പറഞ്ഞു വന്ന പോലെ ഈ ഡീലിമിറ്റേഷൻ നമ്മുടെ കേരളത്തിലെ ഈ വാർഡ് പുനർവിഭജനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിലേ വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റി 14 ജില്ലകളിലും സന്ദർശനം നടത്തി ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് പുതിയ വാർഡ് അതിരുകളൊക്കെ നിർണ്ണയിച്ചു, പുതിയ വാർഡുകൾ രൂപീകരിക്കുകയോ അല്ലെങ്കിൽ പഴയ വാർഡുകൾ വെട്ടി മാറ്റിയൊക്കെ പുതിയ ഒരു സംവിധാനത്തിലേക്ക് പാളിച്ചകൾ പറ്റിയെന്നുള്ളത് അല്ല, പാളിച്ചയല്ല. അന്നൊന്നും ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടിരുന്നില്ല. അന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടാമായിരുന്നു. അത് എന്തെങ്കിലും പിന്നെ ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ചൂണ്ടിക്കാട്ടാമായിരുന്നു. അല്ല, ഇപ്പോൾ തന്നെ ശ്രീ പത്മകുമാർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിലറാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അദ്ദേഹം നൽകിയ കേസ് ഇതൊന്നുമല്ല, ഡീലിമിറ്റേഷൻ മാത്രമല്ല. ഒരു കോർപ്പറേഷൻ വിഭജിച്ച് മുനിസിപ്പാലിറ്റിയാക്കി മാറ്റുന്ന ആ ഒരു പ്രക്രിയ അത് സാങ്കേതികമായും നീതിപരമായും ശരിയല്ലെന്നുള്ളതാണ്, ഭരണഘടനാപരമായും തെറ്റാണെന്നുള്ളത്. അത് കോടതി പറഞ്ഞതിനകത്ത് ഒരു പക്ഷേ കുറച്ച് ന്യായം കാണുമായിരിക്കും. വലിയൊരു നഗരസഭ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുമ്പോൾ ഒരു വ്യത്യാസമുണ്ടല്ലോ. കോർപ്പറേഷനെയും മുനിസിപ്പാലിറ്റി എന്ന് പ്രത്യേകം പറയേണ്ടി വരും. അപ്പം ഈ കോർപ്പറേഷൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശത്തെ മുൻപ് പഞ്ചായത്തായിരുന്നെങ്കിൽ പോലും വീണ്ടും പഞ്ചായത്തിലേക്ക് മടക്കിക്കൊണ്ട് പോകാതെ മുനിസിപ്പാലിറ്റി ആക്കിയിട്ട് കൊണ്ടുവരുന്നതിൽ ഒരു പക്ഷേ അതിനകത്ത് ഒരു നീതി നിഷേധത്തിൻ്റെ എലിമെൻ്റ് ആയിരിക്കും ഒരു പക്ഷേ കമ്മീഷനോ അല്ലെങ്കിൽ കോടതിയോ കാണുന്നത്. ജനങ്ങൾക്ക് ഈ പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു മാറ്റം തന്നെ വരുമല്ലോ. ടാക്സിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ഫണ്ട് അലോക്കേഷൻ്റെ കാര്യത്തിലായാലും ബജറ്റിൻ്റെ സംവിധാനത്തിലൊക്കെ ആയാലും മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തൊരു അപാകത കോടതി കണ്ടെങ്കിൽ അത് തെറ്റ് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റി 14 ജില്ലകളിലും ഇത് നടത്തിയ സമയത്ത് അന്ന് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ക്രിയാത്മകമായിട്ട് ഇടപെട്ടില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വേണം. അതെ, അതിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടെ 2012 മുതൽ നിരന്തരമായി നോട്ടീസ് നൽകിയിരുന്നു എന്നുള്ളതാണ് ഒരു വിഷയം. അതോടെ നിൽക്കട്ടെ, നമുക്ക് ആ ചർച്ചയിലേക്ക് വരാം. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ചേരുന്നു, ഹൈക്കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകനാണ്. ശ്രീ ശിവൻ മഠത്തിൽ, ഇന്നത്തെ ഈ കോടതി വിധിക്ക് ഒരുപക്ഷെ നമ്മൾ നിയമ സമ്പ്രദായത്തിൽ പ്രത്യേകിച്ച് പൊതുജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന പല വിഷയങ്ങളിലും കേസിൽ ഒരുപക്ഷെ സർക്കാർ പലപ്പോഴും തോറ്റുപോകുന്ന സാഹചര്യമുണ്ട്. സിംഗിൾ ബെഞ്ചിനെതിരെ വീണ്ടും അപ്പീൽ പോകുന്നു. പക്ഷേ ഈ അപ്പീലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഭരണഘടനാപരമായ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിൽ സ്ഥാപിതമായ ഒരുപാട് താല്പര്യങ്ങൾ സംരക്ഷിക്കാനെന്നുള്ള പൊതുവികാരം കൂടി ഇതിനകത്ത് വരുന്നില്ലേ? എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്, ശ്രീ ശിവൻ മഠത്തിൽ? എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ ഈ പഞ്ചായത്ത് ഡീലിമിറ്റേഷൻ സംബന്ധിച്ചും പുതിയ മുനിസിപ്പാലിറ്റിയുടെ രൂപീകരണത്തെ സംബന്ധിച്ചൊക്കെ അതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ നിയമ ചർച്ചകൾ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ കൂടെ പങ്കെടുക്കുന്നതിൻ്റെ ബഹുമാനപ്പെട്ട പാനൽ മെമ്പേഴ്സിനും അറിയാൻ വേണ്ടി പറയുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഭരണഘടനയുടെ 73-ാം ഭേദഗതി 1992 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 1992 രാജീവ് ഗാന്ധി ആയിരുന്നു പാർലമെൻറ്റിൽ അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടുകൊണ്ട് വന്ന അദ്ദേഹത്തെ ഞാൻ ഈ കാര്യത്തിൽ പ്രത്യേകം സ്മരിക്കുകയാണ്. അത് കൊണ്ടുവന്നത് ഈ രാജ്യത്ത് സാധാരണപ്പെട്ടവൻ്റെ, അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിൽക്കുന്ന സാധാരണപ്പെട്ടവരെന്ന് പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി പറഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാർജിനലൈസ് ചെയ്ത ഗ്രാമങ്ങളിൽ കഴിയുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും സർവ്വതോന്മുഖമായിട്ടുള്ള ഉന്നമനം ലക്ഷ്യമാക്കി അധികാരത്തെ വികേന്ദ്രീകരിച്ച് അധികാരം ജനങ്ങളിലേക്ക് എത്തി, അത് ഏറ്റവും താഴെക്കടയിലേക്ക് എത്തി വികസനം കൊണ്ടുവരാനുള്ള ഒരു സാമൂഹ്യ മാറ്റത്തിനും സാമൂഹ്യ പുരോഗതിയുടെയും ഇതായിട്ടാണ് അന്ന് നമുക്ക് 1992 ഈ പറഞ്ഞ ഭരണഘടനാ ഭേദഗതിയിലൂടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഷെഡ്യൂൾ 9-ഉം 9A ചേർത്തത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ഭരണഘടനാപരമായ ഒരു വലിയ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇനി അതിൽ പറയുന്നത് 5 വർഷത്തിലൊരിക്കൽ പഞ്ചായത്തിൻ്റെ ഭരണം 5 വർഷത്തിലൊരിക്കൽ നടത്തണമെന്ന് അതിൽ 243 ഈ ക്യാപിറ്റൽ ഇ പറയുന്നത് ആർക്കും മാറ്റിമറിക്കാൻ കഴിയില്ല. നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ ആനത്തലവട്ടം പറഞ്ഞതുപോലെ ഇലക്ഷൻ നടത്തി 5 വർഷത്തിലൊരിക്കൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു ഭരണം സമിതി നിലവിൽ വരണം. അപ്പോൾ 5 വർഷത്തിലൊരിക്കൽ കഴിഞ്ഞ ഇതിൻ്റെ ഈ ഇലക്ഷൻ നടന്ന നവംബർ 1-നാണ് അത് സമിതി നിലവിൽ വന്നുവെങ്കിൽ ഈ വരാൻ പോകുന്ന 2015 നവംബർ 1-ന് പുതിയ സമിതി നിലവിൽ വന്നിരിക്കണം. ഈ 2 കാര്യം ഞാൻ പറഞ്ഞത് ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷണർ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി വില്ലേജിൻ്റെയും ഗ്രൂപ്പ് ഓഫ് വില്ലേജിൻ്റെ രൂപീകരണത്തെ സംബന്ധിച്ചും ഡീലിമിറ്റേഷനെ സംബന്ധിച്ചുമൊക്കെയുള്ള കാര്യങ്ങളിൽ കമ്മീഷൻ അതിൻ്റെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള കത്തുകൾ പലപ്പോഴായിട്ട് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും അതിനെ സംബന്ധിച്ച് ചർച്ചകളൊക്കെ വന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം 243 സ്മോൾ ജി
ഭരണഘടനയിലെ 243 സ്മാൾ ജി അനുസരിച്ചിട്ട് വില്ലേജും ഗ്രൂപ്പ് ഓഫ് വില്ലേജും ഉണ്ടാക്കാൻ ഗവർണർ പബ്ലിക് നോട്ടിഫിക്കേഷൻ ഇറക്കണം. പബ്ലിക് നോട്ടിഫിക്കേഷൻ ഇറക്കിയതിന് ശേഷം വില്ലേജ് രൂപീകരണം നടന്നതിന് ശേഷം മാത്രമേ പഞ്ചായത്തിൻ്റെ രൂപീകരണവും അതുപോലെ ഡിസ്ട്രിക്ട് ലെവലിലെ പഞ്ചായത്തിൻ്റെ രൂപീകരണം നടക്കാവൂ. ഇവിടെ സംഭവിച്ചത് വില്ലേജ് രൂപീകരണം വരുന്നതിന് മുമ്പ് പഞ്ചായത്ത് വരുന്നു. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിന് ഈ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത് വില്ലേജ് ഉണ്ടാക്കുന്നു. അതിനുശേഷം എല്ലാം ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നടപടികളാണ് പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ 243 ക്യാപിറ്റൽ ബിയിൽ പഞ്ചായത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ 243 ക്യാപിറ്റൽ സിയിൽ അതിൻ്റെ കോമ്പോസിഷൻ പറയുന്നു, അതിൻ്റെ ഘടനയെ സംബന്ധിച്ച് പറയുന്നു. ഇത് വ്യവസ്ഥാപിതമായി പഞ്ചായത്ത് എങ്ങനെ ഉണ്ടാക്കണം, വില്ലേജ് ഗ്രൂപ്പ് ഓഫ് വില്ലേജ് ഉണ്ടാക്കിയതിനു ശേഷം പഞ്ചായത്ത് ഉണ്ടാക്കാവൂ. പഞ്ചായത്ത് ഉണ്ടാക്കുമ്പോൾ സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേഷനിലൂടെ പഞ്ചായത്തിന് എത്ര വേണമെങ്കിലും പഞ്ചായത്തിൻ്റെ രൂപീകരണം സംബന്ധിച്ച് ഉണ്ടാക്കാം. പക്ഷേ ഗവർണർ വില്ലേജ് രൂപീകരണം നടത്തി പബ്ലിക് നോട്ടിഫിക്കേഷൻ നടത്തിയതിനു ശേഷം മാത്രമേ പഞ്ചായത്തിൻ്റെ രൂപീകരണത്തിലേക്ക് കടക്കാവൂ. ഇവിടെ സംഭവിച്ചത് അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പഞ്ചായത്തൊക്കെ ഉണ്ടാക്കി. തിരിച്ച് ഈ പ്രശ്നം വന്നപ്പോൾ തിരിച്ച് വില്ലേജ് ഉണ്ടാക്കാൻ പോയി. ഇവിടെയാണ് ഭരണഘടനാപരമായി അനുവർത്തിക്കേണ്ട പാലിക്കേണ്ട നടപടിക്രമങ്ങൾ തെറ്റിച്ചത് ഭരണഘടനാ വിരുദ്ധമാണ്. ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഇത്തരം സാങ്കേതികവും നിയമപരവും ഭരണഘടനാപരവുമായ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം അഡ്വക്കേറ്റ് ജനറലിനും അല്ലെങ്കിൽ സർക്കാരിനെ ഉപദേശിക്കുന്ന അഭിഭാഷക സമൂഹത്തിനും ഇല്ലേ? ഇത്തരം ഒരു നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് കൂടിയാണല്ലോ. എന്നിട്ട് പോലും ഇത് അപ്പീൽ പോവുകയും അല്ലെങ്കിൽ ഇതിനെതിരെ ഹൈക്കോടതിയിൽ വാദിക്കുകയും ചെയ്യുന്നതിലെ ഒരു റിലവൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ശ്രീ ശിവമഠത്തിൽ. അല്ല, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറലിനെ ഈ ചർച്ചയിലേക്ക് ഞാൻ അദ്ദേഹം ഈ ചർച്ചയിൽ ഇല്ലാത്തത് കൊണ്ടും അദ്ദേഹത്തെ ഈ ചർച്ചയിലേക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് വലിച്ചുകൊണ്ടുവരാൻ അതിലേക്ക് ഇടപെടുത്താൻ ഞാൻ ആഗ്രഹിക്കും. പക്ഷേ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശത്തെ സംബന്ധിച്ചും അദ്ദേഹം പലപ്പോഴും രാഷ്ട്രീയപരമായ പരിഗണന നൽകുന്ന രീതിയിലുള്ള ആക്ഷേപം കേരളത്തിലെ കഴിഞ്ഞ കുറേ സംഭവങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരമുള്ള ഒരു സമയക്രമം പാലിക്കാതെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള നടപടികൾ എടുക്കാതെ സർക്കാർ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടത്തിയത് രാഷ്ട്രീയപരമായ ചില ലക്ഷ്യത്തിനാണെന്നുള്ള പരക്ക വിമർശനം നമ്മുടെ നാട്ടിൽ കേൾക്കുന്നുണ്ട്. ഇത് ലീഗാണ് അതിന് കാരണം, കോൺഗ്രസ് ആണ് അതിന് കാരണം, മാർക്സിസ്റ്റ് പാർട്ടി അതിനെ എതിർത്തോ, അത്തരം രാഷ്ട്രീയ തലങ്ങളിലേക്ക് ചർച്ചയ്ക്ക് ഞാൻ ഈ അവസരത്തെ വിനിയോഗിക്കുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട ശ്രീ ആനത്തലത്തെ പോലെ അല്ലെങ്കിൽ VS പോലെ ബഹുമാനപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടി സെക്രട്ടറി ശ്രീ കോടിയേരി പോലുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ അവർ പ്രാപ്തരാണ്, അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ രാജ്യത്ത് ജനങ്ങളുടെ സബലമായ അവരുടെ വികസനത്തിനും സാമൂഹ്യ പുരോഗതിക്കും ഭരണഘടനമായ ബാധ്യത നിറവേറ്റാനുള്ള ബാധ്യതകൾ ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് ചെന്നുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദ്യം. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാൻ കഴിയില്ല. അത് പരിശോധിക്കാനും അത് നിയമവിരുദ്ധമാണെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനേ പറ്റുള്ളൂ. ബാധ്യതകൾ നിയമനിർമ്മാണത്തിൻ്റെ ബാധ്യത ലെജിസ്ലേച്ചർ ചെയ്യണം, എക്സിക്യൂട്ടീവിൻ്റെ കാര്യം എക്സിക്യൂട്ട് ചെയ്യണം. ഇതൊക്കെ ചെയ്താലേ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടാൻ പറ്റുള്ളൂ. അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ ഈ രാജ്യത്ത് പോയി ഡീലിമിറ്റേഷൻ നടത്താനും പ്രഖ്യാപനം നടത്താനും ഗവർണറുടെ ജോലി ചെയ്യാനൊന്നും കമ്മീഷന് അധികാരമില്ല. തീർച്ചയായും താങ്കളിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുൻപും 2-3 തവണ ഈ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരു യുവ കോൺഗ്രസ് നേതാവാണ് ശ്രീ BRM ഷഫീർ. അന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇതിൽ പ്രതികൂലമായി സർക്കാരിന് എതിരായി വിധി വന്നപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെയുള്ളവർ അപ്പീൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല, അപ്പീൽ പോകാൻ സാധ്യതയില്ല എന്ന് നമ്മുടെ ഈ വേദിയിൽ തന്നെ ഇരുന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് താങ്കൾ. ശ്രീ ഷഫീർ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. നമുക്കും അറിയാം കോൺഗ്രസിൻ്റെ പാർട്ടി നേതൃത്വം അന്ന് യോഗം കൂടി അപ്പീൽ പോകണ്ട എന്ന് തീരുമാനിച്ചിട്ടും ചില സമ്മർദ്ദങ്ങൾ ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നോ എവിടെ നിന്നെങ്കിലും ആകട്ടെ, നമ്മൾ അതിലേക്ക് പോകാതെ തന്നെ ചില സമ്മർദ്ദങ്ങൾ മൂലം UDFൻ്റെ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം അപ്പീൽ പോവുകയായിരുന്നു. ഈ അപ്പീൽ പോയിട്ട് പ്രയോജനമില്ല എന്നുള്ള ഒരു കൃത്യമായ അറിവ് KPCC നേതൃത്വത്തിനുണ്ടായിരുന്നെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീ ഷഫീർ. അല്ല, ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രം ചേർന്ന ഒരു സംഘടനയല്ല. അതിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് മാണിയും ഉൾപ്പെടുന്ന ഐക്യജനാധിപത്യ മുന്നണിയിലെ പല ഘടകകക്ഷികളുണ്ട്. സ്വാഭാവികമായിട്ട് പഞ്ചായത്ത് മന്ത്രി ഉൾപ്പെടുന്ന മുസ്ലിം ലീഗിൻ്റെ വാദമുഖങ്ങൾ സ്വാഭാവികമായിട്ട് പരിഗണിക്കേണ്ടി വരും. ഇവിടെ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് പൂർണ്ണമായും സർക്കാരിന് എതിരാണ് എന്നുള്ള വാദമുഖമൊന്നും ശരിയല്ല. പ്രതിപക്ഷത്ത് കോൺഗ്രസിന് പറയാനുള്ളത്, ഹൈക്കോടതി ഇന്നൊരു നിരീക്ഷണം നടത്തി. ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടികളിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, നവംബർ മാസം 1-ാം തീയതിക്ക് മുമ്പ് പുതിയ ഭരണസമിതി അധികാരത്തിലേറേണ്ടതുള്ളത് കൊണ്ട് തന്നെ നടപടികൾ പൂർണ്ണമായും അപ്പീലുകൾ അനുവദിച്ചുകൊണ്ട് സ്റ്റേ ഉത്തരവ് പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ, 2010 വാർഡ് വിഭജന പ്രകാരം
ഈ പിന്നെ നടപടികൾ നടത്താമെന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ വാദമുഖത്തെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കും ആ കാര്യം കൂടി പറയണം. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് എന്താ? 2010 വാർഡ് വിഭജന കണക്കനുസരിച്ചുകൊണ്ട് ഇലക്ഷൻ നടത്തണമെന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവിനെയും ഹൈക്കോടതി തത്വത്തിൽ അംഗീകരിച്ചിട്ടില്ല. ആ കാര്യത്തിൽ പോലും ഹൈക്കോടതി ഇടപെട്ടിട്ടില്ല. 2, ഈ ബഹുമാനപ്പെട്ട ശ്രീ ആനത്തലവട്ടം ആനന്ദ സാറ് അദ്ദേഹം വളരെ മുതിർന്ന നേതാവാണ്, MLA ആയിരുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് കേട്ടു, കോൺഗ്രസ് ആണ് ഇവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷനുകളെ ഭയപ്പെടുന്നതെന്ന്. നിങ്ങൾക്കറിയാമല്ലോ 2010 പഞ്ചായത്ത് രാജ് നിയമത്തിൽ പറയുന്നത് ഒക്ടോബർ മാസം 1-ാം തീയതി പുതിയ ഭരണസമിതി അധികാരത്തിലാകണമെന്നാണ്. നവംബർ 1 ഇവിടെ നവംബർ 1 പറഞ്ഞോളൂ. അപ്പോൾ ഈ ഭരണഘടനയിലെ 151 ക്ലോസ് 2 അനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി പിശക് വന്നാൽ സ്വാഭാവികമായിട്ട് നീട്ടിവെച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സമിതിക്ക് കൈമാറാമെന്ന ആ വ്യവസ്ഥയെ ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം 1 മാസത്തോളം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നീട്ടിവെച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഗവർണറുടെ നോട്ടിഫിക്കേഷനെ കുറിച്ചൊക്കെ സാർ പറഞ്ഞല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 2000-ലും 2005-ലും 2010-ലും നിരവധി പഞ്ചായത്തുകളെ വിഭജിക്കുകയും നിരവധി പഞ്ചായത്തുകൾ രൂപീകരിക്കുകയും ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതായത് ഇടതുപക്ഷ മുന്നണിയെ ഒരു വശത്ത് മാറ്റി നിർത്തിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത് അംഗീകരിക്കുന്നില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷനിലേക്ക് വരാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് ഗവർണറുടെ നോട്ടിഫിക്കേഷൻ മുമ്പ് വാങ്ങിയിരുന്നോ എന്നുകൂടി ചോദിക്കണം. വാങ്ങിയിരുന്നില്ല. അന്ന് തരത്തിൽ പരാതി വില്ലേജ് രൂപീകരണമാണോ അല്ലേ? വില്ലേജ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഗവർണറുടെ 243G പ്രകാരമുള്ള ഗവർണറുടെ നോട്ടിഫിക്കേഷൻ മുമ്പ് വേണമോ പിറകിൽ വേണമോ എന്നതിനെ സംബന്ധിച്ച് ഇന്നും തർക്കമാണ്. ഭരണഘടനയുടെ 243 അനുച്ഛേദം ചെറിയ ജിയിൽ ഗവർണറുടെ സാങ്ഷൻ നേരത്തെ വാങ്ങണമെന്നൊരു വാക്ക് അതിനകത്തില്ല. സാക്ഷൻ വാങ്ങണമെന്നല്ലാതെ അതല്ലെങ്കിൽ അതിനൊരു മുൻകാല പ്രാബല്യം. ശ്രീ ഷഫീർ, താങ്കൾ വളരെയധികം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, നമുക്കറിയാം. മാത്രമല്ല നമ്മോടൊപ്പം ശ്രീ VS പത്മകുമാർ ഉണ്ട്. അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ അംഗമാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഈ കേസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് കഴക്കൂട്ടം മുനിസിപ്പാലിറ്റി മാറ്റി പുതിയൊരു മുനിസിപ്പാലിറ്റി രൂപീകരിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ പോയി കേസ് വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ അപ്പീൽ വന്നിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഇത്? തുടർച്ചയായി ഇപ്പോൾ ഈ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കും. മുനിസിപ്പാലിറ്റി ഉണ്ടാവുന്നില്ല കാര്യം ഉറപ്പായിട്ടുണ്ട്. കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായിട്ട് നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഡിവിഷണൽ ബെഞ്ചിലേക്ക് പോയത്. ഡിവിഷണൽ ബെഞ്ചിലേക്ക് പോയപ്പോൾ നാണം കെട്ട് തലകുനിക്കുന്നൊരവസ്ഥയിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന് എല്ലാ സ്വാതന്ത്ര്യവും ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി KP മജീദും പറയുന്നത് പോലെ 28 മുനിസിപ്പാലിറ്റി പുതുതായിട്ട് രൂപീകരിക്കപ്പെട്ട 28 മുനിസിപ്പാലിറ്റിയെ ഫോക്കസ് ചെയ്ത് വീണ്ടും തിരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഗവൺമെൻറ് കീഴ്പ്പെടുമോ എന്ന ഭയം ഞങ്ങൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രസ്താവനയിൽ പറയുന്നത് പോലെ 6 മാസമെങ്കിലും വീണ്ടും മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പുതുതായി രൂപീകരിക്കപ്പെട്ട 28 മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു ഉത്തരവാണ് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അവർ പറയുന്ന ഒരു വരി ഞാൻ വായിക്കാം. വിത്ത് റിഗാർഡ് ടു 28 മുനിസിപ്പാലിറ്റീസ് ന്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് ഓൾസോ ഫ്രീ ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എന്നാണ്. ഇലക്ഷൻ കമ്മീഷനാണ് പൂർണ്ണ അധികാരം എന്നുള്ളത് അസന്ദിഗ്ധമായി കോടതി വിധിയിൽ വരുന്നു. ഹൈക്കോടതിയുടെ ഡിവിഷണൽ ബെഞ്ച് പുറപ്പെടുവിക്കാനില്ല. അപ്പോൾ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നും പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നവംബർ 1 തന്നെ പുതിയ ഭരണസമിതി അധികാരമേൽക്കും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശ്രീ അജിത് കുമാർ, താങ്കളിലേക്ക് ഒന്ന് വരുന്നു. അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിഷ്പക്ഷത ഒരു വശത്ത് നിൽക്കട്ടെ, ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നതിനെക്കുറിച്ച് കൃത്യമായ അവബോധമില്ലായ്മ ഈ പ്രശ്നത്തിൽ പ്രത്യേകിച്ച് UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൽ ഇത്തരമുള്ള പ്രകോപനപരമായ പ്രസ്താവനകളിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ള രീതിയിൽ ഒരുപാട് ജുഡീഷ്യൽ പവേഴ്സ് ഉള്ള പ്രസ്ഥാനമാണല്ലോ, ഒരു സ്ഥാപനമാണല്ലോ. തീർച്ചയായും അത് മാനിക്കുക തന്നെ വേണം. അത് UDF അത് മാനിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇലക്ഷൻ കമ്മീഷൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു സംശയം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സംശയമായിട്ട് നിലനിൽക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ ചില നിലപാടുകളിൽ ദുരൂഹതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ വീണ്ടും അത് പോയിന്റിലേക്ക് വീണ്ടും മടങ്ങാൻ ആഗ്രഹിക്കുക. അല്ലെ, ഈ ഡീലിമിറ്റേഷനൊക്കെ തന്നെ കൃത്യസമയത്ത് നടക്കാൻ കുറച്ച് വൈകിട്ടുണ്ടാകും എന്നുള്ള സമ്മതിക്കുക തന്നെ ആ ഒരു വൈകിയ ഘട്ടത്തിൽ പോലും ഇലക്ഷൻ കമ്മീഷൻ അതിനകത്ത് ശക്തമായിട്ട് ശിവൻ മഠത്തിൽ അതിനൊരു മറുപടി നൽകിയിരുന്നതാണ് എൻ്റെ. അതായത് അത് ഇലക്ഷൻ കമ്മീഷന്റെ ജോലിയിൽപ്പെട്ടതിനപ്പുറത്ത് അല്ല, അത് അദ്ദേഹം പറഞ്ഞു ഇലക്ഷൻ കമ്മീഷന്റെ അല്ല ഗവർണറുടെ ജോലിയിൽപ്പെട്ടതല്ലെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വരും സർക്കാരിൻ്റെ. അപ്പോൾ സർക്കാർ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനുമായിട്ടൊരു തുറന്ന് പോരുന്നൊന്നും ഇല്ലയെന്ന് വളരെ വ്യക്തമാണ്. ഇപ്പോൾ അപ്പീൽ കൊടുക്കുന്ന കാര്യത്തിൽ പോലും ആ കാര്യത്തിൽ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി കഴിഞ്ഞ് അപ്പീലിന് പോകുന്നില്ല എന്ന് തന്നെയല്ല. 24-ാം തീയതി ഏറ്റവും അടുത്ത അവസരത്തിൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ടൊരു തുറന്ന ചർച്ചയ്ക്ക് തന്നെ സർക്കാർ മനസ്സ് തുറന്ന ചർച്ചയ്ക്ക് തന്നെ പോകാൻ ഇലക്ഷൻ കമ്മീഷന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇലക്ഷൻ കമ്മീഷന് നടപടികളായിട്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെയല്ല. ഈ കാര്യത്തിൽ ഇത് വൈകിക്കേണ്ട ഒരാവശ്യവും കോൺഗ്രസിനോ UDF-നോ ഇല്ല.
മറ്റൊരു കാര്യം കൂടി രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അതെ അതെ, രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നത് തന്നെ അങ്ങനെയുള്ള പ്രതികൂലമായ ഒരു സാഹചര്യം UDF ഇപ്പോൾ ഇല്ലെന്ന് തന്നെയല്ല. ഇപ്പോൾ 2010 തെരഞ്ഞെടുപ്പിൻ്റെ ആവർത്തനമായിരിക്കും, അതിനേക്കാളും മികച്ച ഒരു പ്രകടനമായിരിക്കും UDF ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ള പ്രതീക്ഷയാണ് UDF നേതൃത്വത്തിനും ഘടകകക്ഷികൾക്കും എല്ലാം ഉള്ളത്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ തന്നെ ഒരു അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിനെ മാത്രം ബേസ് ചെയ്തിട്ടൊന്നും അല്ല പറയുന്നത്. പൊതുവേ UDFന് അനുകൂലമായ ഒരു സാഹചര്യമാണെന്നും UDF തന്നെ സംസ്ഥാനത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പോലും തിരിച്ചു വരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നും പറയുമ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ഈ പറഞ്ഞൊരു നമ്മളൊക്കെ സാധാരണ മീഡിയ ഭാഷ പറഞ്ഞ സെമിഫൈനലെന്തോ ഇപ്പോൾ സെമിഫൈനലിലേക്ക് ഒന്ന് പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇപ്പോൾ ഒരു സെമിഫൈനലിൽ തോക്കാനായിട്ടൊന്നും അല്ല UDF നിൽക്കുന്നത്. സെമിഫൈനലിൽ ജയിച്ചു വരും എന്നുള്ള ആ ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഫൈനലിൽ കളിക്കാനായിട്ടും ജയിക്കാനായിട്ടുമാണ് UDF നിൽക്കുന്നത്. അപ്പോൾ ഇത് നീട്ടിവെക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല. UDF അത് തുനിയുമെന്നും തോന്നുന്നില്ല. പിന്നെ ഈ കോൺഗ്രസ്, താങ്കൾ കോൺഗ്രസിനെ കുറിച്ചാണ് പറഞ്ഞത്? അല്ല, UDF. അപ്പോൾ ശ്രീ പത്മകുമാർ പറഞ്ഞ ഒരു പോയിന്റ്, എനിക്കിപ്പോൾ ഈ കഴക്കൂട്ടം പോലുള്ള മണ്ഡലത്തില്ല, കഴക്കൂട്ടം മുനിസിപ്പാലിറ്റി ആയിട്ട് വരില്ല, കോർപ്പറേഷൻ്റെ ഭാഗമായി തുടരും എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു ശ്രീ ശിവമഠത്തിൽ അത് സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. അതിനകത്ത് ചില നീതിനിഷേധങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാകാമായിരുന്ന ജനങ്ങൾക്ക് വീണ്ടും പഞ്ചായത്തായിട്ട് തുടരേണ്ടി വരുന്നതോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് അതിനകത്തൊരു സാമാന്യ നീതിനിഷേധത്തിൻ്റെ എലിമെൻ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതിൻ്റെ പ്രശ്നമാണ്. കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അതെ അതെ. അപ്പോൾ അത് ഇപ്പോൾ കഴക്കൂട്ടത്തിന് അതാണല്ലോ സംഭവിക്കേണ്ടിയിരുന്നത് അല്ലെ, കോർപ്പറേഷന്റെ ഭാഗമായിരുന്നിട്ട് ചെറിയ നഗരസഭയായിട്ട് മാറേണ്ടി വരുന്നു എന്നുള്ളത്. പക്ഷേ അത് അതുപോലും അതിനകത്ത് ജനങ്ങളോട് കാണിക്കുന്ന ഒരു അനീതിയാണ് എലിമെന്റ്. ശ്രീ അജിത് കുമാർ, താങ്കൾ ശ്രീ ആനന്ദൻ ഈ അറിഞ്ഞോ അറിയാതെയോ ശ്രീ VRM ഷഫീർ, യുവ നേതാവാണ് കോൺഗ്രസിന്, അദ്ദേഹം പറയുകയുണ്ടായി അഡ്മിനിസ്ട്രേറ്റർ ഭരണം നടത്താനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടല്ലോ, കുറച്ച് വൈകിയാൽ എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം വന്നു. ഒരുപക്ഷേ CPM-ന്റെ നേതൃത്വത്തിൽ, ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് താങ്കൾ ഉൾപ്പെടെ ഉള്ളവർ ധർണ നടത്തിയിരുന്നു സംസ്ഥാന വ്യാപകമായിട്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചിരുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിനെതിരായിട്ട്, അഡ്മിനിസ്ട്രേറ്റർ ഭരണം വരാതിരിക്കാനായിട്ട് കൃത്യസമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഇന്ന് സമരം നടത്തിയത്. അപ്പോൾ ഈ ഒരു അറിയാതെ വരുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ഇത് സമയത്ത് November 1 തെരഞ്ഞെടുപ്പ് എടുത്ത് ചാർജ് കൊടുക്കാതിരിക്കാൻ ഇങ്ങനൊരു വകുപ്പുണ്ടെന്നാണ്. ഇതാണ് 1984 അവർ ചെയ്ത്, 84 ചെയ്ത് 4 വർഷക്കാലം നീട്ടിക്കൊണ്ടുപോയി അഡ്മിനിസ്ട്രേറ്റർ വെച്ചത്. പഞ്ചായത്തുകളുടെയൊക്കെ ഭരണം താലൂക്ക് ഇൻസ്പെക്ടർ കൊടുത്തു, മുനിസിപ്പാലിറ്റിയുടെ ഭരണം RDOയ്ക്ക് കൊടുത്തു. അതേപോലെ ഇപ്പോഴും ചെയ്യാമെന്നാണ്. അതിന് ജനങ്ങൾ ഒരു പക്ഷേ അതിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഇപ്പോൾ ശ്രീ അജിത് കുമാർ വിശദീകരിക്കുകയുണ്ടായ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം അത് അവർക്കറിയാമല്ലോ. ഈ പറച്ചിൽ ഏതെങ്കിലും ഒരു ബൈ ഇലക്ഷനിൽ അവരുടെ കയ്യിലിരുന്ന ഒരു ബൈ ഇലക്ഷൻ ജയിച്ചതുകൊണ്ട് അതാണ് കേരളത്തിൻ്റെ പൾസ് എന്ന് വിവേകമുള്ളവരാരും ചിന്തിക്കില്ല. അത് അവർക്കൊക്കെ അറിയാവുന്ന ആൾക്കാർ അതിനകത്തുണ്ട്. ഇവിടെ ഈ നടന്ന ചർച്ചയിലൊരു കാര്യം മനോഹരമായി ആ ശിവൻ മഠത്തിൽ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് AGയെക്കുറിച്ചൊരു വാചകം പറഞ്ഞു. അദ്ദേഹം നിയമപണ്ഡിതനാണ്, നിയമം അറിയില്ലാത്ത ആളല്ല. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ട് ഗവൺമെൻറ് പറയുന്നതനുസരിച്ചിട്ട് ചെയ്യും. ഇത് കേരളത്തിലെ ഒട്ടേറെ കേസുകളിൽ AG എടുക്കുന്ന നിലപാടിന് എത്ര മനോഹരമായിട്ടാണ് ശിവൻ മഠത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് നിയമം അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, നന്നായി നിയമം അറിയാം. പക്ഷേ രാഷ്ട്രീയ താല്പര്യമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നതിന് ശേഷം ഘടകകക്ഷികളിൽപ്പെടുന്ന ആൾക്കാർ ഓരോരുത്തരുടെയും പ്രതികരണം, വിശേഷിച്ച് KPA മജീദ്, ഇവരെല്ലാ കേസുകളിലും എടുക്കുക. പൗമയിൽ കേസിൽ ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കണമെന്ന് ഒരു വിജിലൻസ് ജഡ്ജി പറഞ്ഞപ്പോൾ അയാൾ പാകിസ്ഥാൻകാരനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുകയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ പഴയ പഞ്ചായത്ത് മെമ്പറായിരുന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. ഞാൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത നിലപാട് നിയമം ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ നിലപാട് സ്വീകരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ ന്യായീകരിച്ച ജഡ്ജിമാരോ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ കൗൺസിലർ അങ്ങനെ ആയിരുന്ന ആളാണോ ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജിമാർ? ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവരെ അപമാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകണേ. എത്ര തരംതാണ ഒരു രാഷ്ട്രീയമാണ് കാണിക്കുക. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഇങ്ങനെയെല്ലാം പറഞ്ഞു വരിക. ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കാൻ ബാധ്യതയുള്ള അവർക്കത് നിർവഹിച്ചല്ലേ മതിയാവൂ. ഇവിടെ ഗവർണറുടെ കാര്യത്തിൽ പറഞ്ഞു, ഗവർണറുടെ കാര്യത്തിൽ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, വില്ലേജ് പുനഃസംഘടനയ്ക്ക് മുൻകൂട്ടി അനുവാദം വേണോ അതല്ല പിന്നീട് മതിയോ? ഇതേ വാദഗതി ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ നിങ്ങളുടെ അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് കോടതിയിൽ പറഞ്ഞെങ്കിൽ കോടതി എന്താ അങ്ങനെ ഒരു കമൻറ്റ് വരാത്തത്? മുൻകൂട്ടി വാങ്ങേണ്ടതില്ല, വില്ലേജുകളുടെ രൂപീകരണം ജയതിനു ശേഷം എന്തിനാ പറയുക? പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സാങ്കേതിക പ്രശ്നത്തിലൊക്കെ ഈ കോടതി വിധി തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത് മാറ്റിവെച്ച് യുക്തമായ തീരുമാനം. ഇത് ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്തും 1 മാസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനിടയായത് തന്നെ ഇതേപോലെ കോടതികളിൽ പോയി കേസ് വന്നപ്പോൾ ആ പഞ്ചായത്തുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് ചെയ്തത്.
ഇവിടെ ഒരു പെശ കാണിച്ച് ഇവർ യഥാർത്ഥത്തിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. 2012 ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടതല്ലേ, 11 ആവശ്യപ്പെട്ടു. 2 വർഷത്തിന് മുമ്പ് തന്നെ ഈ നിയമത്തിൽ തന്നെ പറയുന്നത് 1 വർഷത്തിന് മുമ്പ് ഡീലിമിറ്റേഷൻ പൂർത്തിയാക്കണമെന്നാണ്. എന്തുകൊണ്ടാണ് ഇവിടെ എന്നാ ചെയ്തതെന്നറിയുമോ? 2015 മെയ് മാസത്തിലാണ് ഡീലിമിറ്റേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്, 3 മാസത്തിന് മുമ്പ്. അല്ല, ഇന്നലെ മുഖ്യമന്ത്രി ചോദിച്ചത് അത് തന്നെയായിരുന്നു. ഈ കമ്മിറ്റിയുടെ മുമ്പിൽ എന്തെങ്കിലും പരാതികൾ LDF ഉൾപ്പെടെയുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നെങ്കിൽ, വാർഡ് വിഭജനം സംബന്ധിച്ച് ഉൾപ്പെടെ ഉണ്ടായിരുന്നെങ്കിൽ അറിയിക്കാമായിരുന്നില്ലേ, എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഉന്നയിച്ചു. ഞങ്ങൾ ഈ പഞ്ചായത്ത് ജനങ്ങളുടെ അഭിലാഷം അനുസരിച്ച് മിസ്റ്റർ ശിവൻ മഠത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക വികസനത്തിന്, അടിത്തട്ടിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുള്ള വികസനത്തിന് പഞ്ചായത്തുകളെ ബൈഫർക്കറ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങളെതിരല്ല. പക്ഷേ ജനങ്ങൾക്ക് അതിനുള്ള അവകാശം കൊടുത്ത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ആരായാനുള്ള അവസരം കൊടുത്ത് നടപടികൾ സ്വീകരിച്ചാൽ അതാണ് ആ നിയമത്തിൽ പറയുന്നത്. ആ നിയമത്തെ മുഴുവൻ മറികടന്നുകൊണ്ട് തോന്നിയതുപോലെ ചെയ്താൽ അതിൻ്റെ ശിക്ഷയല്ലേ ഇപ്പോൾ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ഒരുപക്ഷെ ശ്രീ BRM ഷഫീറിൻ്റെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം ഒരു ഇടവേള കൂടി എടുക്കാം. ഷഫീർ, ഇപ്പോൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, താങ്കൾ പറഞ്ഞതിന് മറുപടിയും അല്ലെങ്കിൽ താങ്കളുടെ നിലപാടുകൾക്കെതിരായി ഉള്ളത്. ഇപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവിൻ്റെ ഒരു പാതയിലൂടെ നീങ്ങാനുള്ള ഒരു എന്താ പറയുക മാനസികമായ അവസ്ഥയിലേക്ക് ഗവൺമെൻറ്റിന് എത്താൻ സാധിക്കുമോ? പ്രത്യേകിച്ചും പഞ്ചായത്തി രാജ് എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖനായ നേതാവ് രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള മുൻകൈയെടുത്ത് കേന്ദ്രത്തിൽ തന്നെ നടപ്പാക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. അത് വളരെ വസ്തുനിഷ്ഠമായും അല്ലെങ്കിൽ പക്ഷപാതിത്വരഹിതമായും ചെയ്യേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഒരുപാട് പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടിയിൽ നിക്ഷിപ്തമാണ്. അവിടെയാണ് ഈ കുളം കലക്കുന്നത്. അതിനെയാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്. തിരിച്ചറിവിൻ്റെ സമയമായിട്ടില്ലേ? ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അസന്ധിഗ്ധമായി പറഞ്ഞല്ലോ, നവംബർ മാസം 1-ാം തീയതി പുതിയ ഭരണസമിതി വരത്തക്ക തരത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി അസന്ധിഗ്ധമായി പറഞ്ഞു. പിന്നെ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് പറഞ്ഞതുപോലെ അതൊരു ഇടതുപക്ഷ പഞ്ചായത്ത് മെമ്പറായിരുന്നു എന്നൊന്നും ഞങ്ങൾ തർക്കമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ചില പോരായ്മകൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. എന്തൊക്കെയെന്നറിയോ? ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഈ ബഹുമാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ. 14 ജില്ലകളിൽ സിറ്റിംഗ് നടത്തി. ഗവൺമെൻറ്റിൻ്റെ നടപടികൾ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെന്നായി ഇലക്ഷൻ കമ്മീഷൻ രേഖാമൂലം ഒരു കത്തും സർക്കാർ ഇതുവരെയും കൊടുത്തിട്ടില്ല. 2, ഓഗസ്റ്റ് മാസം 5-ാം തീയതി വാർഡ് വിഭജനങ്ങളെല്ലാം പൂർത്തിയായി ലിസ്റ്റിട്ടതാണ്. 1-2 പഞ്ചായത്തുകൾ ഒഴികെ ബാക്കി എല്ലാ പഞ്ചായത്തിലും വിഭജന പ്രക്രിയയിൽ പൂർത്തിയായതാണ്. അത് പ്രഖ്യാപിക്കാൻ ആഗസ്റ്റ് മാസം 5-ാം തീയതി തീയതി നിശ്ചയിച്ചിരിക്കവേ 5 പഞ്ചായത്തുകളിൽ കുഴപ്പമുണ്ട് എന്ന് കരുതി കേരളത്തിലെ മൊത്തം പഞ്ചായത്തുകളുടെയും വാർഡ് വിഭജന പ്രക്രിയകൾ ഒന്നാകെ സ്തംഭിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം പിന്നെ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനാണ്. 3, ഇദ്ദേഹം പറഞ്ഞല്ലോ പിന്നെ 2010 ചെയ്തതുപോലെ ഫോട്ടോ പതിച്ച ഐഡൻറ്റി കാർഡ് ഉൾപ്പെടെ വേണ്ട എന്ന്, വോട്ടർ ലിസ്റ്റ് വേണ്ട എന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുക. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഫോട്ടോ ഉൾപ്പെടെയുള്ള വോട്ടേഴ്സ് പട്ടിക നിലനിൽക്കവേ 2010 ഫോട്ടോ ഇല്ലാത്ത ഇലക്ഷൻ വോട്ടർ ലിസ്റ്റ് അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നൊക്കെ ഇലക്ഷൻ കമ്മീഷൻ പറയുമ്പോൾ അതിനകത്ത് ചില ദുരൂഹതകളുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഇടതുപക്ഷ ഇവിടെ ബഹുമാനായ ശ്രീ ആനന്ദ പട്ടമാനന്ദ സാർ പറഞ്ഞതുപോലെ 2010-ലോ 2011-ലൊക്കെ ഏകദേശം 9-ാം മാസത്തിലാണ് ഡീലിമിറ്റേഷൻ നടപടികൾ ഇവർ പൂർത്തിയാക്കിയത്. ഞങ്ങൾ 4-ാം മാസത്തിൽ തന്നെ ആ നടപടികൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഗവർണറുടെ നോട്ടിഫിക്കേഷൻ 2010-ലും 2005-ലും 2000-ലുമൊക്കെ ഇടതുപക്ഷം വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ശിവൻ മഠത്തിൽ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് മുനിസിപ്പൽ ഇതായിട്ട് തരം താഴ്ത്തുന്നതിനെ സംബന്ധിച്ച്. ബഹുമാനപ്പെട്ട ശിവൻ മഠത്തിൽ സാർ ഭരണഘടനാ വിദഗ്ധനാണ്. അദ്ദേഹത്തിന് അറിയാമല്ലോ, 243 പറയുന്നത് മുനിസിപ്പൽ പ്രദേശം എന്ന് മാത്രമേ ഭരണഘടനയിൽ പറയുന്നുള്ളൂ. അതിൽ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷന് പ്രത്യേക നിർവചനം പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്ക് വേണമെങ്കിൽ കോർപ്പറേഷൻ ആക്കാം, കോർപ്പറേഷന് വേണമെങ്കിൽ ഇല്ല. ഷഫീർ, അതിലൊരു തെറ്റുണ്ട്. അത് മുനിസിപ്പാലിറ്റിയിൽ പഞ്ചായത്തുകളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു നിയമമാണ്. ഞാൻ 243 വ്യക്തമായി പഠിച്ചിട്ടാണ് പറയുന്നത്. മുനിസിപ്പൽ പ്രദേശം എന്ന വാക്കല്ലാതെ മുനിസിപ്പാലിറ്റിയെ മുനിസിപ്പൽ കോർപ്പറേഷനായിട്ടോ മുനിസിപ്പൽ കോർപ്പറേഷൻ അത് താങ്കൾക്ക് അതേക്കുറിച്ച് കൃത്യമായി താങ്കൾ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ആ പറയുന്നത്? ഷഫീർ പറയുന്നതിലെ ഷഫീർ പറഞ്ഞ ഭാഗം പൂർണ്ണമായിട്ട് തെറ്റാണ്. 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിലൊന്ന്, 2010 വാർഡ് ഡിലിമിറ്റേഷൻ അനുസരിച്ച് ഇലക്ഷൻ നടത്തണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. അല്ലാതെ 2010 വോട്ടർ പട്ടിക അനുസരിച്ച് ഇലക്ഷൻ നടത്തണമെന്നല്ല. വോട്ടർ പട്ടിക ഫോട്ടോ പതിച്ച ഏറ്റവും അവസാനം നമ്മൾ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക തന്നെയാണ്. അങ്ങനെ വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞു. പക്ഷേ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് 2010 അടിസ്ഥാനപ്പെടുത്തി ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഷഫീർ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ 243 ബി വകുപ്പല്ല ഇതിനാധാരം. 243 ക്യൂവും പഞ്ചായത്ത് മുനിസിപ്പൽ ആക്ടിലെ 4(2) ഷഫീറെ, പഞ്ചായത്ത് മുനിസിപ്പൽ ആക്ടിലെ 4(2) കോൺസ്റ്റിറ്റ്യൂഷനിലെ 243 ക്യൂ. ഇപ്പോഴുള്ള ഡിവിഷണൽ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷണൽ ബെഞ്ചിൻ്റെ ഉത്തരവിൽ ഇത് രണ്ടും
പ്രതിപാദിച്ചിട്ടുണ്ട്. 243Q അനുസരിച്ചും പഞ്ചായത്ത് മുനിസിപ്പൽ ആക്ടിലെ 4(2) അനുസരിച്ചും ഒരു ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ടൗൺ പഞ്ചായത്തായിട്ടോ മുനിസിപ്പാലിറ്റി ഒരുപക്ഷെ ഇത് നമ്മുടെ ഇതിന്റെ സാങ്കേതിക വശങ്ങൾക്ക് അപ്പുറത്ത് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന ഒരുപക്ഷെ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിന് പറയാൻ സാധിക്കും. അതായത് മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷൻ ആക്കുന്നതിൽ നിയമപരമായി യാതൊരു തടസ്സവും ഇല്ല എന്നുള്ള രീതിയിൽ 243G അല്ലെങ്കിൽ B ഉണ്ടെന്നാണ് ശ്രീ ഷഫീർ പറഞ്ഞത്. ഏതെങ്കിലും വകുപ്പ് ആവട്ടെ എങ്കിൽ പോലും അങ്ങനെയൊന്നും ഇല്ലെന്നാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. താങ്കളുടെ ഒരു ഇൻപുട്ട് എങ്ങനെയാണ് ശ്രീ ശിവൻ മഠത്തിൽ? 243P കുറിച്ച് പറയുന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. മഠത്തിൽ സാർ അതായത് എന്നോടാണോ പറയാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ പ്രിയ സുഹൃത്ത് ഷഫീർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അതായത് ഈ പ്രൈമറി വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം മതി എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം, ഇതൊരു നടപടിക്രമമാണ്. അതിന് കാരണവുമുണ്ട്. അപ്പോൾ ആദ്യം വില്ലേജ് രൂപീകരണം വരണം. വില്ലേജ് രൂപീകരണം വരുന്നത് ഈ പറഞ്ഞ ഡീസെൻട്രലൈസേഷൻ്റെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ആദ്യ പടിയായിട്ടുള്ള യൂണിറ്റാണ് വില്ലേജ്. വില്ലേജ് കഴിഞ്ഞിട്ട് അതിന് ഗ്രാമസഭ ഉണ്ടാക്കണം. ആ വില്ലേജും വില്ലേജ് യൂണിറ്റുകളും ചേർന്നതിന് ശേഷമാണ് പഞ്ചായത്തിൻ്റെ രൂപീകരണം വരേണ്ടത്. ഇനി മുനിസിപ്പൽ ഏരിയയെ പഞ്ചായത്തിലേക്ക് മാറ്റാമോ പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയിലേക്കാണോ ചേർക്കുന്നത് പോപ്പുലേഷൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചും അതിൻ്റെ ഒക്ലോമറേഷനും അതിൻ്റെ ഡെവലപ്മെൻറ്റൽ ഒരുപാട് ഫീച്ചേഴ്സിനെ നോക്കിയിട്ടാണ് ഈ വില്ലേജിനെ പിന്നെ പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയിൽ ചേർക്കുന്നത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയെ കോർപ്പറേറ്റ്. അതിന് വ്യവസ്ഥാപിതമായ ലക്ഷ്യങ്ങളും മാർഗങ്ങളും വഴികളും ഉണ്ട്. അത് നമ്മൾ രാഷ്ട്രീയം വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാമെന്ന് വിചാരിച്ചാൽ ഭരണഘടന അതിനെ അനുവദിക്കില്ല, കോടതി അതിനെ അനുവദിക്കില്ല. പക്ഷെ ഒരു കാര്യം, ബഹുമാനപ്പെട്ട കോടതിയും ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനെയും ഒരു പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടെന്നുള്ള രീതിയിൽ ശ്രീ ഷഫീറും എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ അജിത് കുമാർ സംസാരിക്കുന്നതിനോട് ഞാൻ സത്യത്തിൽ അവരോടുള്ള ബഹുമാനം നിറത്തി പറയട്ടെ. അങ്ങനെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്താൻ പാടില്ല. കാരണം എക്സിക്യൂട്ടീവ് ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിലും പലപ്പോഴും പ്രവർത്തനം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭരണഘടനാപരമായിട്ട് നിയമപരമായിട്ടൊക്കെ ചില തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കും. അത് തിരുത്താനോ അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനോ ഒരു ജുഡീഷ്യൽ റിവ്യൂവിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് കൊണ്ട് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ലീഗായിക്കോട്ടെ ആരായിക്കോട്ടെ അവിടെ ഒരു വിമർശനത്തിൻ്റെ സത്യസന്ധമായ വിമർശനം പറയാം. പക്ഷെ അതിനപ്പുറം ഒരു രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷനെയും കോടതിയെയൊക്കെ ഒരു വിമർശനം എന്ന് പറയുന്നത് അതിന്റെ സതുദ്ദേശപരമായി ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അവരൊക്കെ പ്രതിക്കൂട്ടി നിർത്തുന്ന രീതിയിൽ പറയുന്നത് നിർഭാഗ്യകരമാണ്. അത് ഞാൻ ഒരുപക്ഷെ നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരം വിമർശനങ്ങൾ, ഇത്തരം അസഹിഷ്ണുത ഒരുപക്ഷെ വിരൽ ചൂണ്ടുന്നത് സർക്കാർ അഭിഭാഷകരുടെ കഴിവുകേടുകളിലേക്ക് കൂടിയാണെന്നുള്ളതും UDFന്റെ ഘടകകക്ഷികൾ ആയി പോകുന്നു എന്നുള്ളതും കൂടി ഉൾപ്പെടുത്തി വേണമെന്ന് തോന്നുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ നിലപാടുകളാണ് ഒരുപക്ഷെ ഇന്ന് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെയും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഒരു വിധി പ്രഖ്യാപനത്തിലേക്ക് നയിച്ചത് എന്നുള്ള അഭിപ്രായം അഭിഭാഷകരുടെ ഇടയിലുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് മുനിസിപ്പാലിറ്റികളും ഒരുപാട് കോർപ്പറേഷനുകളും നൽകിയ ഹർജികളിൽ നിയമപരമായും ഭരണഘടനാപരമായുള്ള ഒരുപാട് ലോ പോയിന്റ്സ് ഉയർത്തിയിട്ട് അതിനെതിരെ അല്ലെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. അഡ്വക്കേറ്റ് ജനറൽ ഒരുപാട് സമയം ഇതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും ഹൈക്കോടതി മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കോടതി ഉത്തരവിൽ നിന്ന്. പ്രത്യേകിച്ച് സ്റ്റേ റദ്ദാക്കാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് കനത്ത തിരിച്ചടിയായെന്നാണ് UDFൽ പൊതുവികാരം ഉയർന്നിരിക്കുന്നതും. അതുപോലെ വാർഡ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ അപ്പീലിന് പോകേണ്ടതില്ലെന്നും UDFന്റെ ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെടുന്നെന്നും നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ 25-ാം തീയതി ചേരുന്ന UDF യോഗത്തിന് മുൻപ് തുടർ നടപടികളിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ലീഗിൻ്റെ യോഗം നാളെ പാണക്കാട്ട് ചേരുകയും ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാടിൽ അപ്പീൽ പോകണ്ട എന്ന് തീരുമാനിച്ചെങ്കിൽ പോലും ലീഗിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് വരുന്ന വിവരപ്രകാരം പ്രത്യേകിച്ച് ലീഗ് ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഇതിന് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടെന്നും 28 മുനിസിപ്പാലിറ്റികളുടെ ആ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ ഇലക്ഷൻ കമ്മീഷനെ ഒരുപാട് സമയമെടുക്കേണ്ടി വരുന്നു. നവംബർ 1-ന് തീർച്ചയായും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പുതിയ ഭരണസമിതി പഞ്ചായത്തുകളിലും ത്രിതല പഞ്ചായത്തുകളിലും ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നും എന്നുള്ള അഭിപ്രായമാണ് മുസ്ലിം ലീഗിന് ഇപ്പോഴും ഉള്ളത്. ഈ വിഷയം കൂടി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീ ശിവൻ മഠത്തിൽ നിയമപരമായ ഇത്തരം യുദ്ധങ്ങൾ ഒരുപക്ഷെ സർക്കാരിന് വേണ്ടി ഒരു കേസിൽ സർക്കാരിന് തിരിച്ചടി നേരിട്ടപ്പോൾ അതേ വാദഗതികളുമായി അപ്പീൽ പോകുന്നു. ഇനിയിപ്പോൾ വേണമെങ്കിൽ സുപ്രീം കോടതി പോകാം. യഥാർത്ഥ ആവശ്യം എന്ന് പറയുന്നത് ഇത് നീട്ടിയെടുക്കുക അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള രീതിയിൽ ഈ ഡീലിംഗിങ് ആയാലും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലും വാർഡ് വിഭജനമാണെങ്കിലും നടപ്പിലാക്കിയെടുക്കുക എന്നുള്ളൊരു അജണ്ട പൊതുസമൂഹത്തിന് വളരെ പെട്ടെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്.
അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകാനുള്ള അജണ്ടയും മുന്നോട്ട് വയ്ക്കുന്നു. അതിനെതിരെയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. ഈ വിധി നിയമപരമായി ഇനി ഒരു പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യം സിംഗിൾ ബെഞ്ച് വിധി വന്നപ്പോഴും കോൺഗ്രസ് KPCC പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ അപ്പീലിന് പോകില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നുള്ള സ്രോതസ്സുകൾ നമ്മളോട് അറിയിച്ച് അപ്പീലിന് പോകാൻ കോൺഗ്രസിന് താല്പര്യമില്ലെന്നായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ഉടൻ തന്നെ UDF യോഗം ചേർന്ന് അപ്പീൽ പോകാൻ തീരുമാനിച്ചു. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ ഒരു നിയമസാധുത അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള കേസുകൾ എത്രമാത്രം കോടതിയിൽ നിലനിൽക്കും, എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അവസാനമായി അതിനു മുമ്പായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിനെതിരെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് സ്പെഷ്യൽ ലീവ് പോകുന്നില്ല, അപ്പീൽ പോകുന്നില്ല, സമയബന്ധിതമായി ഇലക്ഷൻ നടത്തും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നവംബർ 1-ാം തീയതി 2015 നവംബർ 1-ാം തീയതി പുതിയ സമിതികൾ നിലവിൽ വരുന്ന കാര്യത്തിലേക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ മുഖ്യ സാരഥിയായിട്ടുള്ള മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നിലപാട് ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിന് വിരുദ്ധമായിട്ട് UDF-ലെ ഘടകകക്ഷികൾ ആരെങ്കിലും അല്ല പോയേ പറ്റൂ എന്ന് പറയുന്നുവെങ്കിൽ അത് രാഷ്ട്രീയപരമായി ഇതേക്ക് നമുക്ക് കാണാം. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ മുഖവിലേക്ക് എടുക്കാം ആദ്യം. രണ്ടാമത്തെ കാര്യം, ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിക്ക് അല്ല യഥാർത്ഥത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സ്റ്റേ ചെയ്യണമെന്നുള്ള ഇടക്കാല വിധിക്ക് വിധി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വാദങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ വന്ന വിധി പരിശോധിച്ചാൽ, ഞാനത് വിധി വായിച്ചു, പരിശോധിച്ചാൽ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത സർക്കാർ നിറവേറ്റാത്തതിനെ സംബന്ധിച്ചും ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ടുള്ള നിലപാടുകളെ സാധൂകരിച്ചുകൊണ്ടും സമയബന്ധിതമായി ഇലക്ഷൻ നടത്തി പുതിയ ഭരണസമിതി നിലവിൽ വരേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ളതും ഗവർണറുടെ ഭാഗത്ത് നിന്ന് നോട്ടിഫിക്കേഷൻ വരുന്നതിനെ സംബന്ധിച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് നിയമത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിലനിൽക്കുന്നതാണ്. അത് സുപ്രീം കോടതി പോയാലും മാറ്റി പറയാൻ കഴിയില്ല. പിന്നെ ഏത് രീതിയിലാണ് ഇത്തരം സാഹചര്യങ്ങളെ സുപ്രീം കോടതി കാണുന്നു എന്നുള്ളത് അപ്പോഴത്തെ അവസ്ഥകളും അപ്പോൾ നിലത്തുന്ന വാദങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഒരു നിയമത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ നോക്കിയാൽ ഇതിനെതിരെ അപ്പീൽ സുപ്രീം കോടതി പോയാൽ വലിയ കാര്യമായ പ്രതിഫലം അല്ലെങ്കിൽ ഒരു അനുകൂലമായ ഒരു വിധി സർക്കാരിന് ഉണ്ടാകുമെന്ന് എളിയ ഭാഷയിൽ പറഞ്ഞാൽ ഞാനത് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പറയേണ്ടത്. ആ ചോദ്യത്തിന് ഉള്ള മറുപടി അതാണ്. പിന്നെ മറിച്ചും സംഭവിക്കാം. ഒരു പക്ഷേ ശ്രീ ആനത്തലോട്ടം ആനന്ദൻ, ഇപ്പോൾ ഭരണഘടനയുടെ പല ഭേദഗതികളും അതുപോലെ 24B 1992 പഞ്ചായത്ത് രാജ് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത്, ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ ഭരണമുള്ള സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായ രീതിയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചരണം, അതുകൊണ്ടാണ് ഞങ്ങളും അങ്ങനെ ചെയ്യുന്നു എന്നുള്ള UDF-ൻ്റെ ന്യായീകരണം നിലനിൽക്കുമോ? അല്ല, അങ്ങനെയാണെങ്കിൽ അന്ന് ഇവരെല്ലാം ജീവിച്ചിരുന്നല്ലോ. അത് അശാസ്ത്രീയമായിട്ടാണ് രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പാണ് നടത്തുന്നതെന്ന് പറഞ്ഞ് ഇവരാരും ഒരാക്ഷേപം അന്ന് ഉയർത്തിയിരുന്നില്ലല്ലോ. ഇപ്പോൾ ഈ പറയുന്നതിന് അടിസ്ഥാനരഹിതമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഗവൺമെൻറ്റിന് വേണ്ടി AG ഇന്നലെ കോടതി ഹാജരായിട്ട് പറഞ്ഞത് 2010 ഡിവിഷൻ അനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് നടത്താനേ സാധ്യമല്ലെന്നാണ്. കോടതി എന്താ പറഞ്ഞത്? 5 വർഷത്തിലൊരിക്കൽ ഈ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ബാധ്യത ഇലക്ഷൻ കമ്മീഷനുള്ളതാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ നടപടി പൂർത്തീകരിക്കണം. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ വാദം തള്ളിക്കളഞ്ഞിരിക്കുന്നു. തള്ളിക്കളഞ്ഞുകൊണ്ട് കോടതി ഉത്തരവിട്ട്. അവസാനമായി ശ്രീ അജിത് കുമാർ, സമയം കഴിഞ്ഞു. താങ്കൾ ഇതിൻ്റെ ഒരു വൈൻഡപ്പ് ചെയ്യാനുള്ള താങ്കളുടെ ഒരു കമൻറ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പം നവംബർ 1-ാം തീയതി തന്നെ പുതിയ ഭരണസമിതി നിലവിൽ വരും, അത് വരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയുമ്പോൾ ശ്രീ ശിവമഠത്തിൽ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ആ വാക്കിനെ വിശ്വസിക്കുക. ഒന്ന്, ഇതിനകത്ത് മറ്റെന്തെങ്കിലും സാങ്കേതികത്വം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പുതിയ മുനിസിപ്പാലിറ്റികളെ സംബന്ധിച്ച് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട ഈ 950ഓളം പഞ്ചായത്തുകളിൽ ഇലക്ഷൻ അങ്ങ് നടക്കുകയും ഈ പറഞ്ഞ തർക്കവിഷയമായ പഞ്ചായത്ത് മുനിസിപ്പൽ പ്രദേശങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, മുനിസിപ്പാലിറ്റികളുടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ട് ഒരു അത് തന്നെയാണ് ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു പരിഹാരവും അദ്ദേഹം നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പം വിച്ച് മീൻസ് ഈ സർക്കാരിന്റെ കമ്മിറ്റ്മെന്റ് വീണ്ടും ഒന്നുകൂടെ ദൃഢമായിട്ട് പറയേണ്ടി വരുന്നു. അതായത് നവംബർ 1-ാം തീയതി എന്തായാലും UDF-നിടയിൽ തർക്കമൊന്നും ഇനി ഉണ്ടാവാൻ വഴിയില്ല. ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് UDF-ലുള്ള ഘടകകക്ഷികളുടെ മുസ്ലിം ലീഗിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമോ? അല്ല, എന്നാൽ പോലും ആ തർക്കങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ചു പോകാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആണോ? അവർ തീർച്ചയായിട്ടും നവംബർ 1-ാം തീയതി പുതിയ ഭരണസമിതി വരും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ശ്രീ ശിവമഠത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാം അത് വിശ്വസിക്കുക. വളരെയധികം നന്ദി ശ്രീ അജിത് കുമാർ, വീക്ഷണത്തിന്റെ റെസിഡന്റ് എഡിറ്ററാണ്. അതോടൊപ്പം ശ്രീ ആനത്തലോട്ടം ആനന്ദൻ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ഒപ്പം കോൺഗ്രസ് യുവ നേതാവ് ശ്രീ BRM ഷഫീർ, ശ്രീ VS പത്മകുമാർ, CPM നേതാവാണ്. അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ കൂടിയാണ്.